ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എക്സ്പീരിയൻസ് അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ കോവിഡ് കാരണം 30 തീയതി വരെയുള്ള പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ജനുവരി 30 തീയതി വരെയുള്ളത്. അപ്പോൾ നമ്മുടെ പരീക്ഷ 2 തീയതിയാണ് വരുന്നത്. അത് മാറുമോ എന്നുള്ള കാര്യം ഡൗട്ട് എന്നല്ല, ഒരു 50% ചിലപ്പോൾ മാറ്റാം, 50% ചിലപ്പോൾ മാറ്റില്ലാന്നുള്ളൊരവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ കൂടുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ മാറ്റാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. പക്ഷെ അതും പറഞ്ഞിട്ട് എക്സാം മാറ്റിവെക്കുന്നു പറഞ്ഞിട്ട് ആരും ഡൗൺ ആവരുത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ പഠിക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ അത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പരമാവധി കെയർ ചെയ്യുക, പുറത്തു പോകാതെ ശ്രദ്ധിക്കുക. പരമാവധി നമ്മൾക്ക് അത്രയും അർജൻറ്റ് ആണെങ്കിൽ മാത്രം പുറത്തു പോയാൽ മതി. അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒന്ന് വന്നു വിട്ടാൽ പിന്നെ നമുക്ക് എക്സാം എഴുതാനൊക്കെ അത് ബാധിക്കും. എക്സാം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഓക്കെ, എന്നാലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര തന്നെ ഗ്യാപ്പ് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ മാറ്റി വെച്ച പരീക്ഷകളൊക്കെ ഒരാഴ്ചത്തെ ഗ്യാപ്പൊക്കെ അവർ കൊടുത്തിട്ടുള്ളൂ, ചിലത് ഒരു ദിവസമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നല്ല ഗ്യാപ്പ് വരും എന്നൊന്നും നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഒരുപാട് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഈ പരീക്ഷ തന്നെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ട് ഒരുപാട് ഗ്യാപ്പിലൊക്കെ മാറ്റാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ TPR റേറ്റിംഗ് കൂടുന്നത്. നമ്മളെ ശ്രദ്ധിക്കുക പരമാവധി പറ്റാവുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സിലേക്ക് കിടക്കാം. ഇതുവരെയുള്ള ടോപ്പിക്സിലൊക്കെ നിങ്ങൾ ക്ലിയറായി പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു 2 ദിവസത്തെ കൂടെ ടോപ്പിക്കുകൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്തവണ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ പവർ ഇലക്ട്രോണിക്സും സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ വിടുന്ന ഭാഗമാണ്. ഇൻവെർട്ടർ, UPS, സോളാർ പവർ, അല്ല റിന്യൂവബിൾ എനർജി സിസ്റ്റം ആണല്ലോ സോളാർ പവർ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. പവർ ഇലക്ട്രോണിക്സിൽ പഠിക്കേണ്ട കോമ്പോണൻസ്, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് പവർ ഇലക്ട്രോണിക് കോമ്പോണൻസ് ലൈക്ക് മോസ്ഫെറ്റ്, IGBT, SCR, ട്രയാക്ക്, ഡയാക്ക്, UJT. ഫുൾ ഫോം നോക്കുക ഓരോന്നിൻ്റെയും. ഒരു സർഫസ് ലെവലിലൊന്ന് പഠിച്ചിട്ട് പോകണം. എന്തുകൊണ്ടാണ് മോസ്ഫെറ്റ്, എന്തുകൊണ്ടാണ് ഫെറ്റിനേക്കാളും JFET ഒക്കെ നല്ലത്. അതിൽ ഇൻസുലേറ്റഡ് ലെയർ ഉണ്ട്, അതിന് പല പല പേരുകളുണ്ട്. മിസ്ഫെറ്റ് എന്നൊക്കെ പറയുന്നത് മോസ്ഫെറ്റിനെയാണ്. അതുപോലെ IGBT എന്ന് പറയുന്നത് എന്താണ്? 2 സംഭവങ്ങളെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് IGBT ഉണ്ടാക്കുന്നത്. അതിലുള്ള ടെർമിനൽസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. SCR എത്ര ലെയേഴ്സ് ഉണ്ടെന്നുള്ള ചോദ്യം കണ്ടിട്ടുണ്ട്. അതുപോലെ എത്ര ജംഗ്ഷൻസ് ഉണ്ട് അല്ലേ? 4 ലെയർ 3 ജംഗ്ഷൻസ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എത്ര പിന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്ന് നോട്ട് ചെയ്യുക. ട്രയാക്കും ഡയാക്കും കമ്പാരേറ്റീവിന് പഠിക്കുക. ഡയാക്കിന് 2 ടെർമിനലാണ്, ട്രയാക്കിന് 3 ടെർമിനലാണ്. ഇതിൽ ഡയാക്ക് എന്തിനാണ് യൂസ് ചെയ്യുക, ട്രയാക്ക് എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ട്രിഗറിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. SCR ട്രിഗറിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ UJTൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കുക. അതിൻ്റെ ഇക്വേഷനൊക്കെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഒക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. റിലാക്സേഷൻ ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് UJT ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് സെൻസേഴ്സ് യൂസ്ഡ് ഇൻ പ്രോസസ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് RTDs, തെർമോകപ്പിൾസ്, പ്രോക്സിമിറ്റി സ്വിച്ചസ്. പ്രോക്സിമിറ്റി സ്വിച്ചസ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, ഫോട്ടോ ഇലക്ട്രിക് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക. ലോഡ് സെൽസ്, സ്ട്രെയിൻ ഗേജ്, ഇതൊക്കെ അതിൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. LVDTൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ LVDT പ്ലാറ്റിനം 100 എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് സെൻസറും വാട്ടർ ലെവൽ സെൻസറും തെർമോസ്റ്റാറ്റിക് ഫ്ലോട്ട് സ്വിച്ച്, ഫ്ലോട്ട് വാൽവ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ ഇൻവെർട്ടറിനെ കുറിച്ചിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻവെർട്ടർ, അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനും, ബ്ലോക്ക് ഡയഗ്രാം, പവർ റേറ്റിംഗ്, ചേഞ്ച് ഓവർ പീരീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കോൺസെപ്റ്റ് ഓഫ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. UPSൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പ് UPS ഉണ്ട്, ഓഫ്ലൈൻ, ഓൺലൈൻ, ലൈൻ ഡയറക്റ്റ് UPS. അപ്പോൾ അതൊക്കെ തമ്മിലുള്ള കമ്പാരിസണൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി റിന്യൂവബിൾ എനർജി സോഴ്സിൽ വരുന്ന ഭാഗമാണ് സോളാർ എനർജി. സോളാർ എനർജി ആസ് എ റിന്യൂവബിൾ റിസോഴ്സ്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സോളാർ സെൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത്, സോളാർ സെൽ എന്തിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കൺവേർഷൻ ഓഫ് സോളാർ ലൈറ്റ് ഇൻ ടു ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് സോളാർ എനർജിനെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുന്നത്, ബേസിക്സ് ഓഫ് ഫോട്ടോ വോൾട്ടായിക്സ് അല്ല, പിന്നെ മൊഡ്യൂൾ, പാനൽ ആൻഡ് അറേസ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നമ്മളുടെ
സെല്ലിലുള്ള പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാം. സോളാറിലെ കൺവേർഷൻ എന്താണെന്നുള്ളത് ചോദിക്കാം. സോളാറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിലിക്കൺ ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെയും വേറെ മെറ്റീരിയൽസൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കുറേ സോളാർ സെല്ല് ചേർന്നിട്ടാണ് സോളാർ പാനൽ ഉണ്ടാവുക. അതൊക്കെയാണ് നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്. സോളാർ സെല്ല് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സാറ്റലൈറ്റിലാണ്. നമ്മൾക്ക് സണ്ണില്ലാത്ത സമയത്ത് സോളാർ സെല്ലിൻ്റെ പണി ചെയ്യുന്നത് ആരായിരിക്കും? അത് നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഫോട്ടോ വോൾട്ടായിക് സെല്ലിൻ്റെ കുറിച്ചിട്ടും ഒന്ന് നോക്കണം. ഫോട്ടോ എന്ന് പറയുമ്പോൾ ലൈറ്റ്, വോൾട്ടായിക് എന്ന് പറയുമ്പോൾ വോൾട്ട്. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. UPS ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഓരോന്നിൻ്റെ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് തരാം. നാളത്തോടു കൂടി ഇനിയൊരു ദിവസത്തെ ടോപ്പിക് കൂടെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻസ് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. എന്തായാലും ഇന്നിപ്പോൾ 22-ാം തീയതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു 10 ദിവസം തന്നെ ധാരാളമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ ചെയ്തെടുക്കാനും മറ്റുമൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു പ്ലേലിസ്റ്റാണ്. അതൊക്കെ ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മളുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതൊന്ന് കൈയോടെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. തൽക്കാലം ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണ്ട. എന്തായാലും എക്സാമിന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എക്സാമിന് 2 ദിവസം മുമ്പ് എടുത്താലും കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ മാറ്റാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ മാറ്റാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലും ഹാൾ ടിക്കറ്റ് ഇതന്നെ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി എപ്പോൾ എക്സാം മാറ്റി വെച്ചാൽ അന്ന് നമ്മൾ യൂസ് ചെയ്യാം. എന്നാലും ചിലപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് എക്സാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഹാൾ ടിക്കറ്റ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും. എക്സാം ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏതെങ്കിലും ബുക്കുകളുടെ ഇടയിൽ വയ്ക്കും. പിന്നെ ആ ബുക്ക് ഏതാണെന്ന് തന്നെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് വേഗം നമുക്ക് എടുക്കാമല്ലോ. എന്തായാലും പ്രൊഫൈലിൽ ചിലപ്പോൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ മുമ്പൊക്കെ ഇതുപോലെ എക്സാം മാറ്റി വയ്ക്കുന്ന സമയത്ത് പഴയ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും എക്സാമിന് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും ഇപ്പോൾ ടോപ്പിക്സൊക്കെ നന്നായിട്ട് നോക്കുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.